ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th ഫിസിക്സിന്റെ ആദ്യത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് പുതിയ സിലബസ് ആണ് ഈ വർഷം വരുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സ് പോലെ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കിത് വളരെ എളുപ്പമായിരിക്കും. അത് ഭാവിയിലേക്ക് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സൗണ്ട് വേവ് എന്നുള്ള ചാപ്റ്ററാണ്. സൗണ്ട് വേവ്, വേവ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വേവിന്റെ മൂവ്മെന്റ് ഒക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ആ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഓസിലേഷൻ. അപ്പോൾ എന്താണ് ഓസിലേഷൻ അല്ലേ? ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? ഓസിലേഷൻ ഒരു ഊഞ്ഞാലാടുന്നത്, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നു. ക്ലോക്കിന്റെ പെൻഡുലം അല്ലേ, കണ്ടിട്ടില്ലേ? ക്ലോക്കിന്റെ പെൻഡുലം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയി അങ്ങോട്ട് വരുന്നു അല്ലേ? ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. അതൊരു പീരിയോഡിക് മോഷൻ കൂടിയാണ്, കാരണം അത് കൃത്യമായിട്ടുള്ള പീരീഡിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ആൻഡ് ഇറ്റ്സ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. ഈ രണ്ട് പോയിന്റ് ഓർത്തിരിക്കുക. ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്, അത് റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്, അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ അതൊരു ടു ആൻഡ് ഫ്രോ മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മോഷനാണ്, ബേസ്ഡ് ഓൺ ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. ഒരു ഇക്വിലിബ്രിയം പൊസിഷനെ ബേസ് ചെയ്ത്, ഇപ്പൊ എക്സാമ്പിൾ ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നതാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, ഇതൊരു ഓസിലേഷൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ഓസിലേഷൻ? ഓസിലേഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ happens at regular intervals of time. The object moves to and fro based on an equilibrium position. അപ്പൊ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഓസിലേഷൻ ഒരു പീരിയോഡിക് മോഷൻ ആണ്, അത് റെഗുലർ ഇന്റർവെൽ നടക്കുന്നു, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, ബേസ്ഡ് ഓൺ ആൻ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി. ഊഞ്ഞാലാട്ടം, ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ആട്ടം, ഇതൊക്കെ ഒരു ഓസിലേഷൻ ആണ്. ഓക്കെ, ഇനി മറ്റധികം ഉദാഹരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്താണ് പീരീഡ് എന്ന് പറയുന്നത്? എല്ലാ ഓസിലേറ്ററി മോഷനും ഉള്ള ഒരു കാര്യമാണ് പീരീഡ്. പീരീഡ് എന്ന് പറയുന്നത് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ബോഡി ആ ഒരു ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തുന്നതിനുള്ള ആ സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പീരീഡ് എന്ന് പറയാം. പീരീഡ് ഇസ് ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ SI യൂണിറ്റ്, നമ്മൾ SI യൂണിറ്റിനെ കുറിച്ചൊക്കെ 9th പഠിച്ചിട്ടുണ്ട്, കൂടുതൽ നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. അപ്പോൾ പീരീഡിന്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടി ആണ്, അതിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇനി എന്താണ് ഫ്രീക്വൻസി? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ നടക്കുന്ന ഓസിലേഷൻസ്, അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ്. വൈബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഓസിലേഷൻ തന്നെയാണ്. ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോക്കി, അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ തുടങ്ങി സെയിം പൊസിഷൻ തന്നെ വരുന്നു. അപ്പോൾ ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുക. ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് എന്താണ്? ഹെർട്സ് ആണ്. ഹെർട്സ്. അപ്പോൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ H സ്മോൾ z. ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറഞ്ഞൊരു ഫിസിസിസ്റ്റ് ആണ്, സയന്റിസ്റ്റ് ആണ്, ഇതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പേര് വന്നിട്ടുള്ളത്. ഈ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് F is equal to 1/T. F is equal to 1/T. അപ്പൊ നമുക്കിവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. ടൈം പീരീഡ് തന്നിട്ട് ഫ്രീക്വൻസി ആണെങ്കിൽ F is equal to 1/T. ഓക്കെ, അതുപോലെ ടൈം പീരീഡ്, ഫ്രീക്വൻസി അതിന്റെ ടൈം പീരീഡ് കാണാൻ പറഞ്ഞാൽ T is equal to 1/F എന്നും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് the length of the pendulum increases, frequency also increases. ഇപ്പൊ നമ്മൾ ക്ലോക്കിന്റെ പെൻഡുലം കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എല്ലായിടത്തും ഇലക്ട്രോണിക് ക്ലോക്കുകളാണ്. പഴയ ക്ലോക്കുകളിലൊക്കെ നമുക്ക് പെൻഡുലം ഉണ്ട്. ആ പെൻഡുലത്തിന്റെ ആട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ അതിനെ വൈൻഡ് ചെയ്യുകയും കീ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്തോറും അതിന്റെ ഫ്രീക്വൻസിയും കൂടുന്നു. പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുന്തോറും ഫ്രീക്വൻസി കൂടുന്നു. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി തരാം. ക്ലോക്കിന്റെ പെൻഡുലമൊക്കെ നിർമ്മിക്കുന്ന ലോഹം എന്ന് പറയുന്നത് ഇൻവാർ എന്ന് പറയുന്ന ഒരു ലോഹ സങ്കരമാണ്. ഇൻവാർ. പല എഞ്ചിനീയറിംഗിന്റെ എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും IITയുടെ എക്സാമിനേഷൻസിനും ഒക്കെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ അറിവിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. കാരണം നമ്മൾ നല്ലൊരു ബേസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് സയൻസ് നല്ല രീതിയിൽ നാളെ ഭാവിയിൽ സയന്റിസ്റ്റോ എഞ്ചിനീയറോ ഡോക്ടറൊക്കെ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ടാകുന്ന ലോഹസങ്കരം ഇൻവാറാണ്. കാരണം അതിന് ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വേരിയേഷൻസ് ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് ആ ഒരു ലോഹസങ്കരം ഉപയോഗിക്കുന്നത്.
ഓക്കെ, നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് വരാം. എന്താണ് ഇനേറ്റ് ഫ്രീക്വൻസി? ഒരു ഒബ്ജക്റ്റ് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്താ പറയുക? ഇനേറ്റ് ഫ്രീക്വൻസി. അതിന് തനതായിട്ടുള്ള ഫ്രീക്വൻസി. നമ്മൾ അറിയാം, നമുക്ക് ഭൂമിയിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ പല ഒബ്ജക്ട്സും നാച്ചുറൽ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഇനേറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവസാനത്തെ ആ ടോപ്പിക്കിലേക്ക് ഇന്ന് വരാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓൾറെഡി നമുക്കറിയാം ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണ് എന്താണ്? ലെങ്ത് ഓഫ് ദ പെൻഡുലം. ഒന്നാമത്തെ കാര്യം ലെങ്ത് ഓഫ് ദ പെൻഡുലം. ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട് ജനറൽ ആയിട്ട് പറയുന്നത് ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്. ഈ രണ്ടാമത്തെ കാര്യം സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ഈ ഒബ്ജക്റ്റിന്റെ ലെങ്ത്. ഇപ്പൊ നമുക്കറിയാം അതിന്റെ അറ്റത്ത് നമുക്കൊരു ബോബൊക്കെ തൂക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു നൂല് കെട്ടിയിട്ട് അതിന്റെ അറ്റത്ത് ഒരു ബോബ് കിട്ടും, എന്നിട്ട് ഈ ബോബിന് നമ്മൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. അങ്ങനെയാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെ സൈസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് ഇലാസ്റ്റിസിറ്റി. അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല, മറ്റൊരു ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. നാലാമത്തത് നേച്ചർ ഓഫ് മെറ്റീരിയൽ. ആ മെറ്റീരിയലിന്റെ നേച്ചർ. നേരത്തെ ഞാൻ ഇൻവാറിന്റെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആ മെറ്റീരിയലിന്റെ നേച്ചർ. ഇങ്ങനെ 4 കാര്യങ്ങളെയാണ് ഫ്രീക്വൻസി എഫക്ട് ചെയ്യുന്നത്. എന്താണ്? ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, സൈസ് ഓഫ് ദ ഒബ്ജക്ട്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ ഈ പാഠത്തിന്റെ ആദ്യത്തെ 2 പേജുകളിലെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഫിസിക്സ് നല്ല മനസ്സിലാക്കി അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക. എന്തായാലും അത് നമ്മുടെ ലൈഫിന് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടായിരിക്കും. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.